കേക്കച്ചൻ രാജിവെക്കണോ? i2i ന്യൂസ് റിയാക്ട് 4 പ്രതികരിക്കാൻ ഒരിടം. പ്രേക്ഷകർക്കറിയാം, ഏതൊരു വിഷയത്തെക്കുറിച്ചും ഭയപ്പാടില്ലാതെ സാധാരണ ജനങ്ങൾക്ക് പ്രതികരണം അറിയിക്കുവാനുള്ള ഒരു വേദിയാണ് i2i ന്യൂസ്. നിങ്ങൾക്ക് കേരളത്തിലെ ഏത് വിഷയത്തെക്കുറിച്ചും ഒരു പ്രതികരണം അറിയിക്കണം, മാധ്യമത്തിലൂടെ നിങ്ങളുടെ പ്രതികരണം അറിയിക്കണമെങ്കിൽ വിളിക്കാവുന്ന ഒരു നമ്പറാണ് i2i ന്യൂസ് റിയാക്ട് 4. കഴിഞ്ഞ 28 ദിവസമായി മിഷൻ 60യുടെ ഭാഗമായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുലിന് നീതി ലഭിക്കുന്നതുവരെ പോരാടും എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം i2i ന്യൂസ് തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് മിഷൻ 60. അതിന്റെ 28ാം ദിനമാണ് ഇന്ന്. ഈ 28ാം ദിനത്തിൽ നമുക്കറിയാം, ഈ 28ാം ദിനങ്ങൾ പിന്നിടുമ്പോഴും ജനങ്ങളുടെ നിലപാടിന് യാതൊരു മാറ്റമില്ല. എന്നാൽ വലിയ നിലപാടും ബോധ്യവും ഒക്കെ പറഞ്ഞ് രാഹുലിനെതിരെ വൈരാഗ്യബുദ്ധിയോടെ നടപടിയെടുത്ത കേക്കച്ചനും കോൺഗ്രസ് നേതൃത്വത്തിനും ഇതുവരെ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ യാതൊരുവിധ തെളിവുകളോ പരാതിയോ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് രാഹുലിനെതിരെ നടപടിയെടുത്തു? ഇത് അബദ്ധമായി പോയി എന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ട് രാഹുലിനെ തിരികെ എടുക്കുന്നില്ല? രാഹുലിനെ എന്തുകൊണ്ട് പാലക്കാട് പ്രവേശിപ്പിക്കുവാൻ സമ്മതിക്കുന്നില്ല? രാഹുലിനെ എന്തുകൊണ്ട് നിയമസഭയിൽ പ്രവേശിക്കുന്നതിനെ തടയുന്നു എന്നതിനൊക്കെയുള്ള ഉത്തരം ഇപ്പോഴും ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ നൽകുവാൻ സാധിച്ചിട്ടില്ല. അണികളെ ബോധവാന്മാരാക്കുന്ന ക്യാമ്പയിൻ ആരംഭിക്കും. വീടുകൾ തോറും കയറി ജനങ്ങളെ കൺവിൻസ് ചെയ്യും. ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകും. നിയമസഭയിൽ വിഷയങ്ങൾ ആളിക്കത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പൊളിഞ്ഞു കീറി നാണം കെട്ടു നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കസ്റ്റഡി ലോകമർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുവ MLA-മാരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് 2ാം ദിവസം ഇവന്മാരെല്ലാം എഴുന്നേറ്റ് വീട്ടിൽ പോയി. സത്യാഗ്രഹം എവിടെ? കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ശക്തമായ രീതിയിൽ ലോകമർദ്ദനത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധ പരിപാടികളും സമരപരിപാടികളും ആവിഷ്കരിക്കും എന്ന് പറഞ്ഞ കേക്കച്ച നാണം കെട്ടവനെ ഇവിടെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരാതിരുന്നു കഴിഞ്ഞാൽ ഭരണകൂടത്തെ ഞങ്ങൾ ഞെട്ടിക്കും വിറപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട് മാപ്പപേക്ഷിച്ച് നിൽക്കുന്ന കേക്കച്ചൻ എല്ലാ ദിവസവും രാവിലെ വരും, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അപേക്ഷ കൊടുക്കും. യുവന്മാർ ഓർത്തും അതിനൊന്നും അനുവദിക്കത്തില്ലെന്ന്. കഴിഞ്ഞ ദിവസം സ്പീക്കർ PC വിഷ്ണുനാഥിനെ അഭിനന്ദിക്കുന്നത് കണ്ടു. അദ്ദേഹം ആവശ്യപ്പെട്ട 4 അടിയന്തര പ്രമേയ ആവശ്യങ്ങളും സർക്കാർ അത് അംഗീകരിച്ചു കൊടുത്തു. നിയമസഭയിൽ അത് ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സഭയിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ ചർച്ചകൾ ഉയർത്തുകയും അതിന് അനുമതിയും ലഭിച്ച ആൾ എന്ന നിലയ്ക്ക് സ്പീക്കർ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് കണ്ടു. ഒരു കാര്യം പറയാതിരിക്കുവാൻ വയ്യ, നമ്മുടെ നിയമസഭയിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല സ്പീക്കർമാരിൽ ഒരാളാണ് AM ഷംസീർ. വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹം ആ സ്പീക്കർ പദവിയിൽ ഇരുന്ന് വളരെ മാതൃകാപരമായ രീതിയിൽ സഭയെ നിയന്ത്രിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ആ പ്രായത്തിലും വലിയ പക്വത, അതുപോലെ പ്രതിപക്ഷാംഗങ്ങളെ എത്രയേറെ ബഹുമാനത്തോടെ സഭയെ കൃത്യമായി നിയന്ത്രിക്കുന്നു. അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ കേക്കച്ചൻ പോലും സഭയിൽ മാപ്പ് പറഞ്ഞപ്പോൾ കൃത്യമായും അദ്ദേഹത്തെ ആ മാപ്പ് പറയുവാൻ കാണിച്ച ആ മനസ്സിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ പ്രതിപക്ഷാംഗങ്ങൾ ശബ്ദിക്കുമ്പോൾ ഭരണപക്ഷത്തുള്ളവർ അതിനെ എതിർക്കുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ശക്തമായി ഇടപെട്ട് അവർക്ക് സംസാരിക്കുവാനുള്ള അവസരം കൊടുക്കുന്നു. സഭയെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്ന വളരെ മികച്ച ഒരു സ്പീക്കറെ നമുക്ക് നിയമസഭയിൽ കാണുവാൻ സാധിക്കും. നമ്മൾ നല്ലത് കണ്ടാൽ തീർച്ചയായും നല്ലത് എന്ന് തന്നെ പറയും. വളരെ മാതൃകാപരമായ വളരെ മിടുമിടുക്കനായ ഒരു സ്പീക്കറാണ് നമ്മുടെ നിയമസഭയിൽ നമ്മുടെ ഇപ്പോൾ ഉള്ളത്. പക്ഷേ പ്രതിപക്ഷം എന്ന് പറയുന്നത്
കേരള ചരിത്രത്തിൽ ഇതുപോലെ പരാജയമായ, ശേഷിയില്ലാത്ത, പ്രതികരണ ശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷ ഭരണകൂടവും ഇതുവരെ നമുക്ക് ഇതുപോലെ ഒരു വീക്കായ ഒരു ഭരണകൂടത്തെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് പ്രതികരിക്കുവാനുള്ള i2i ന്യൂസ് റിയാക്ട് 4 റൈറ്റിൽ പ്രതികരിക്കുവാനുള്ള ഒരു വിഷയം ഇതാണ്: കേക്കച്ചൻ രാജിവെക്കണോ? മിഷൻ 60യുടെ 28-ാം ദിനം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം, പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുവാൻ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം കേക്കച്ചൻ രാജിവെക്കണോ എന്നാണ്. എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള i2i ന്യൂസിന്റെ പ്രേക്ഷകർക്ക് പ്രതികരണം അറിയിക്കാവുന്നതാണ്. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ 9746114444 എന്ന നമ്പറിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാവുന്നതാണ്. ആ പ്രതികരണങ്ങൾ ഞങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കും. ഇപ്രകാരം ഒരു ചോദ്യം ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഉയർത്തുവാൻ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് കോൺഗ്രസിൽ കാണുന്ന ഈ സകല പ്രതിസന്ധികളുടെയും പ്രഭവസ്ഥാനം അല്ലെങ്കിൽ അതിന് കാരണക്കാരൻ ഈ കേക്കച്ചൻ എന്ന് പറയുന്ന, ഈ സഹാബ് കേക്കച്ചൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസിലെ നിശബ്ദനായ ഒരു അന്തകവിത്തായ LDFന്റെ ചാരനായ ഈ കേക്കച്ചനാണ്. ഇദ്ദേഹം യാതൊരുവിധ പ്രശ്നപരിഹാരങ്ങൾക്കും ശ്രമിക്കാതെ ഈ പാർട്ടിയെ നാശത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് ഇതിന്റെ മറ്റുള്ള മുന്നണി സംവിധാനങ്ങളെ എല്ലാം എത്തിച്ചു കൊടുക്കാമെന്ന കൊട്ടേഷൻ എടുത്തേക്കുന്ന ഇദ്ദേഹം ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് ഒരു നേതാവായി ഇദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് അപ്രകാരം ഒരു നടപടി ചെയ്താൽ അത് ആത്മഹത്യാപരമാകുമോ? ഇദ്ദേഹത്തിന് കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുമോ? ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ വിജയിക്കുമോ? കനത്ത പരാജയം നേടുമോ? ഇതൊക്കെ ഈ പ്രതികരണത്തിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നയിക്കുവാൻ ഇറങ്ങിയാൽ പരാജയപ്പെടും എന്ന് വിശ്വസിക്കുന്നവർ എത്രയും വേഗം തന്നെ i2i ന്യൂസ് റിയാക്ട് 4 റൈറ്റിൽ വിളിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാവുന്നതാണ്. i2i ന്യൂസ് റിയാക്ട് 4 റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഇനി ഞങ്ങളുടെ ടീം ഇന്ന് നടത്തിയ ഒരു അഭിപ്രായ സർവേയും കൂടെ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ സാധാരണ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയുവാൻ പൊതുജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ നടത്തിയ ആ അഭിപ്രായ സർവേയുടെ 2ാം ഭാഗം ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ജനങ്ങളുടെ ആ പ്രതികരണത്തിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ എന്താ പറയുക, മാങ്ങയുള്ള മാവിലല്ലേ എറിയത്തുള്ളൂ. അദ്ദേഹം വളരെ ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ നിയമപരമായ നടപടി എടുക്കട്ടെ. അതിനകത്ത് ആർക്കും തടസ്സമില്ലല്ലോ. എല്ലാവരും ഏകകണ്ഠേന പറയുന്നത് നിയമപരമായ നടപടി എടുക്കട്ടെ. അതെടുക്കാതെ ചുമ്മാ ഈ മാധ്യമങ്ങൾ കൂടെയുള്ള ഒരു പ്രവർത്തനമൊന്നും ഒരിക്കലും കേരളത്തിൽ അനുകൂലമല്ല. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ നാളെ നീയാണ്. നമ്മളെ കൈകൾ ശുദ്ധമായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവർ വിമർശിക്കാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്കറിയാം, വിമർശിക്കുന്ന ആളുകളുടെ മറുവശത്തുള്ള ആളുകളുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ സമൂഹത്തിന് അറിയാമല്ലോ. വിമർശനം സത്യസന്ധമായിരിക്കണം. ഒരു ചെറുപ്പക്കാരൻ്റെ അവൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്നോ അവൻ്റെ പേരിൽ നിയമപരമായ നടപടി എടുക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്കൂടെ ഉള്ള ഒരു പ്രവർത്തനം അത് ഒരിക്കലും നല്ലതല്ല. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും മറുവശമുണ്ട്, ഇല്ലേ? അത് ആ ഒരു കാഴ്ചപ്പാടുള്ള തെറ്റാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം ഒരു കുറ്റം വന്നാലേ, നമ്മുടെ പേരിൽ ഒരു ആരോപണം വന്നാൽ അദ്ദേഹം നിഷേധിക്കണം. അദ്ദേഹം നിഷേധിക്കാത്തത് കൊണ്ടാണ് പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഒരു കുറ്റം, ഇപ്പോൾ കോടതിയിൽ പോയപ്പോൾ പോലും ആദ്യം ചെയ്ത കൊലപാതകയെ പോലും കോടതി എന്താണ് ചോദിക്കുന്നത്, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മളെന്ത് പറയും? നമ്മൾ ചെയ്തിട്ടില്ല എന്ന്. സ്വാഭാവികം നിഷേധിക്കുക, അതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. അവിടെയാണ് ഒരു ചെറിയൊരു ഡ്രോബാക്ക് വന്നത്. എന്തായാലും നിയമത്തിന് വഴിക്ക് പോട്ടെ, അതിനൊന്നും തടസ്സമൊന്നുമില്ല. അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തിരിച്ചു വരുന്നത് വെച്ചാൽ കുറ്റക്കാർ നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആ ഒരു ആംഗിൾ, നിയമത്തിൻ്റെ ആംഗിൾ അങ്ങനെയാണല്ലോ. 1000 കുറ്റവാളികൾ സൃഷ്ടിച്ചാൽ നിരപരാധി സൃഷ്ടിക്കാൻ. അപ്പോൾ എന്താണെന്നുള്ള സത്യത്തിൽ പറഞ്ഞാൽ നമുക്കും ഒക്കെ അറിയാൻ വയ്യ. കാരണം ഇന്നത്തെ AI ഉള്ള സംവിധാനത്തിൽ വോയിസ് മെസ്സേജുകൾ, ആളുകൾ എല്ലാം നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ തന്നെ സംസാരിക്കുന്നത് തന്നെ അപ്പുറത്ത് മാറ്റി ചെയ്യാൻ കഴിയും.
അപ്പോൾ സ്വാഭാവികമായിട്ടും സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നമ്മളൊരു അന്വേഷണത്തിൻ്റെ ഫൈനൽ സ്റ്റേജിൽ അറിയാൻ പറ്റും. ഇതുവരെ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യനാണ്. എന്തോ ഒരാൾ തെറ്റ് ചെയ്താൽ ശിക്ഷ ചെയ്യണം, അത് ഓക്കെ. പക്ഷേ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് ഇന്ത്യൻ ജുഡീഷ്യറി എന്താണ്? കംപ്ലയിൻറ്റ് ഷുഡ് ബി ലോഡ്ജ് ദ കോർട്ട് ജുഡീഷ്യറി. അത് ചെയ്തിട്ടില്ലല്ലോ. അതെ. പിന്നെ ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടി പോലും പരാതി ഇല്ല, കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഈ ഗർഭമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച് നടക്കുന്ന എന്ത് മോശമാണത്? അത് ആരൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ. എല്ലാവരുടെയും സദാചാരം നമുക്കറിയാമല്ലോ. ഈ എത്ര പറയുന്ന ആളുകളുടെയും സദാചാരം നമുക്കറിയാം. എല്ലാവർക്കും അവരുടെ ഡാർക്ക് സൈഡുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് നടന്ന അതേസമയം അപ്പുറത്തെ ക്ലിയർ കട്ട് എവിഡൻസ് വന്നു ഒരു MLA യുടെ പേരിൽ, അല്ലേ? ഒരു ക്ലിയർ കട്ട് എവിഡൻസ് വിത്ത് ക്ലിയർ എവിഡൻസ് വന്നല്ലോ. അതിനെപ്പറ്റി ഒരു സൈലൻ്റ് ആയിരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആളുകൾ അത്ര കേരളത്തിലെ ജനങ്ങൾ, വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണ്. ശരിയാണ്. അത് ആ ഒരു ആംഗിളിലൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പേരൊന്ന് പറയാമോ ആദ്യം? എൻ്റെ പേര് സതീഷ്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഇല്ല, ഞാൻ ആലപ്പുഴയാണ്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണ്, പൊതുപ്രവർത്തകനാണ്. ഇപ്പം പുള്ളി ഒരു അപവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിന് തെളിവ് വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നു. അതുവരെ പുള്ളി മാറി നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പുള്ളി പാലക്കാട് സജീവമാകണം, ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലണം. നല്ലൊരു യുവ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ കളയരുത്, ഒരു അഭിപ്രായം മാത്രമാണ്. അയാളെ കുടുക്കിയതെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. അയാളെ കുടുക്കിയതായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇങ്ങനെ പോവുള്ളൂ. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെ. ആ പയ്യനെ കുടുക്കി അയാളുടെ ഒരു കോൺഗ്രസിൻ്റെ യുവശബ്ദമായിരുന്നു. ഓ, അത് ഈ കോൺഗ്രസിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ്. എങ്ങനെയെന്നറിയാം, മറ്റവൻ നന്നാവാൻ പാടില്ല, യവൻ നന്നാവാൻ പാടില്ല. അപ്പം ഒരു കൂട്ടം പേര് യവനെ എങ്ങനെയെങ്കിലും ഇതാക്കും. അത് പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ ആയിരിക്കാം. ഉമ്മൻചാണ്ടിയെ അവന്മാർ വില വെച്ചില്ലേ? എന്ത് നല്ല മനുഷ്യനാണെന്നറിയാമോ? സത്യമായിട്ട് തന്നെ എന്ത് നല്ല മനുഷ്യനാണെന്നറിയാമോ ഉമ്മൻചാണ്ടി സാറ്? ഞാൻ വീട്ടിൽ പണി ചെയ്യാൻ പോയപ്പോൾ പോയ ആൾ, ജഗതിയിൽ പോയ ആൾ തിരിച്ചു വന്നിട്ട് നിങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 പേരും, എന്നെയും കൂട്ടി 4 പേരുണ്ട്. നിങ്ങൾ ആരും ഒന്ന് വെളിയിൽ പോകരുത്, എല്ലാം ഊണ്. ജഗതിയിലൊരു വീടുണ്ട്, എല്ലാം ഇവിടെ തന്നെ. അത്ര നല്ല മനുഷ്യനാണ്. അതിന് ഉദാഹരണമല്ലേ അങ്ങനെ ബോഡി കൊണ്ടുപോയപ്പോൾ കണ്ടില്ലേ നമ്മൾ? അച്യുതാനന്ദൻ സാറ് എന്ത് നല്ല മനുഷ്യനാണെന്നറിയാമോ? ഇങ്ങനെയൊക്കെ നല്ല നല്ല വ്യക്തികളുണ്ട്. വന്നാൽ കൊള്ളാം, കുഴപ്പമില്ല. വരും, മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. അല്ല, പെണ്ണുങ്ങളാരും ഇവനെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ വരുമായിരിക്കും. പുള്ളിയായിട്ടാണല്ലോ ഇത് മാറി നിന്നത് തന്നെ. അപ്പോൾ പുള്ളിയുടെ ഇഷ്ടത്തിൽ വേണമെങ്കിൽ തിരിച്ചു വരാമല്ലോ. തിരിച്ചു വരണം നിങ്ങൾ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ടോ? ആ, പുള്ളിക്ക് എന്താന്ന് തോന്നുന്നു വെച്ചാൽ അതനുസരിച്ച് ചെയ്യുന്നതല്ലേ നല്ല. നമ്മൾ പറയുന്നതല്ല. ഇപ്പോൾ യൂത്തിൽ അദ്ദേഹം ഇപ്പം ഷാഫി പറമ്പനും കോൺഗ്രസ്സിലപ്പോൾ അങ്ങോട്ട് നോക്കണമെങ്കിൽ ഇപ്പോൾ യൂത്തിലായിട്ട് ഇവർ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇനി വരട്ടെ, ഇടത്തിലാണെങ്കിൽ വേറെ ആൾക്കാർ കുറേ യൂത്തിലായിട്ട് നല്ല ആൾക്കാരുണ്ട്. ഇപ്പം ഇവരൊന്നും ഇനി അപ്പുറത്ത് നോക്കുമ്പോൾ 2 പേരും ഓപ്പോസിറ്റ് ഉണ്ടാവണമെന്നല്ല. ഇനി അദ്ദേഹം കുറേ ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു? വളരെ ദുഃഖം തന്നെ, വളരെ ദുഃഖം. വ്യക്തിപരമായിട്ട് അദ്ദേഹം തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. തിരിച്ച് വരണം, തിരിച്ച് വീണ്ടും അവരെ ഭരണം വരണം. നമുക്ക് എല്ലാവർക്കും അനുകൂലമായിട്ട് എല്ലാ കാര്യവും ചെയ്യുകയും വേണം. അതിന് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു അടുത്ത പയ്യനാണത്. അപ്പം തലമുറ വേണമല്ലോ. അപ്പം നല്ല ഭരണം വരണം, നല്ല പയ്യന്മാർ തന്നെ. ഈ പയ്യൻ തന്നെ വരണം, എങ്കിലേ ഭരണം നല്ലതായിട്ട് പോവുള്ളൂ. 50% കള്ളമാണ്, ബാക്കി മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരു ചെറുപ്പക്കാരുടെ പയ്യനെക്കുറിച്ച് നമ്മളിങ്ങനെ പറയാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ രാഷ്ട്രീയമാണ് ഈ കാണുന്ന എല്ലാം. അത് രാഷ്ട്രീയം പല രീതിയിലാണ് ഇപ്പോൾ. അതിനെ നമ്മൾ ഒരിക്കലും ആരോടും വ്യക്തിപരമായി പറയാൻ പാടില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം.